മണിപ്പൂർ വിഷയം ഇപ്പോൾ വളരെയധികം കത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെയാണെങ്കിലും ക്രൈസ്തവ ദേവാലയം 40ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി കഴിഞ്ഞു. ഇതിന് കേന്ദ്രമാണെങ്കിൽ ഒരു വേണ്ട നടപടികളും സത്വര നടപടികളും സ്വീകരിക്കുന്നില്ല. ഈ വിഷയത്തിൽ MP എന്ന നിലയിൽ എന്താ പറയുക? നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിപ്പൂരിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യം അടിസ്ഥാനപരമായി ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് അതിൻ്റെ മതേതരത്വ സ്വഭാവമാണ്. ആ മതേതരത്വ സ്വഭാവം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ നടക്കുന്ന അക്രമത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്, ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നത് അവിടുത്തെ വിശ്വാസത്തിനും അതുപോലെ തന്നെ ദേവാലയങ്ങൾക്കുമെതിരായാണ്. ഏകദേശം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 40ഓളം ദേവാലയങ്ങൾ തകർക്കപ്പെട്ട് അഗ്നിക്കിരയായി. ഒട്ടേറെ വൈദികന്മാർ, വിശ്വാസികൾ അവിടെ ആക്രമിക്കപ്പെടുകയുണ്ടായി. എന്ത് കാരണത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ദേവാലയങ്ങൾക്കെതിരെ, വിശ്വാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തെ തകർക്കുന്ന ഒന്നാണ്. അത് നിയന്ത്രിക്കേണ്ടതായിരുന്നു. അതിൻ്റെ അക്രമകാരികളെ അമർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നിഷ്ക്രിയമായി നിൽക്കുന്ന ചില സംവിധാനങ്ങളാണ്, ഭരണ സംവിധാനങ്ങൾ അവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങളെല്ലാം MP എന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സത്വരമായി നടപടി സ്വീകരിക്കാതെ ഞങ്ങൾക്ക് ഖേദവും ദുഃഖവുമുണ്ട്.